ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കാണുന്നു. കേൾക്കാം. രാവിലെ 7:30 കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 12 മണി വരെ അത് കൊടുക്കും. അതായത് 12 മണിയോടുകൂടി അത് തീരും. അപ്പോൾ മോണോക്ലോണൽ ആൻറ്റിബോഡിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം ഈ ഘട്ടത്തിൽ നമുക്ക് പേഷ്യൻറ്റിന് നൽകാവുന്നത്. ബാക്കി ആവശ്യമായിട്ടുള്ള ഇൻഫെക്ഷന് അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട്. ഈ പേഷ്യൻറ്റിൻ്റെ സമ്പർക്ക പട്ടികയിൽ 173 പേരാണ് ഉള്ളത്. 173 പേരിൽ 100 പേർ പ്രൈമറി കോണ്ടാക്റ്റാണ്. പ്രൈമറി കോണ്ടാക്റ്റ് 100 പേരും അതുപോലെ സെക്കൻഡറി കോണ്ടാക്റ്റ് 73 പേരുമാണ്. അതിൽ തന്നെ ഈ പ്രൈമറി കോണ്ടാക്റ്റിൽ അതായത് 100 പ്രൈമറി കോണ്ടാക്റ്റിൽ 52 പേർ ഹൈ റിസ്ക് കോണ്ടാക്റ്റാണ്. 48 പേരാണ് ലോ റിസ്ക് കോണ്ടാക്റ്റ് ഉള്ളത്. അതായത് പ്രൈമറി കോണ്ടാക്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും അടുത്ത പേഷ്യൻറ്റുമായിട്ട് ഇടപഴകിയ വ്യക്തികൾ എന്നുള്ളതാണ്. അതിൽ കുടുംബാംഗങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്, അതുപോലെ ഈ പേഷ്യൻ്റ് പോയ ക്ലിനിക്കിലെയും ആശുപത്രിയിലെയും ആരോഗ്യ പ്രവർത്തകർ, തൊട്ടടുത്തുണ്ടായിരുന്ന പേഷ്യൻസ്, ബൈസ്റ്റാൻഡേഴ്സ്, ഇവരെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരും. നേരിട്ട് രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടവർ എന്നുള്ളതാണ്. 100 പേരാണ് പ്രൈമറി കോണ്ടാക്റ്റ്. അതിൽ ഹൈ റിസ്ക് കോണ്ടാക്റ്റ് 52 പേരും ലോ റിസ്ക് കോണ്ടാക്റ്റ് 48 പേരുമാണ് ഉള്ളത്. ഇതുവരെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുത്ത് പരിശോധിച്ച സാമ്പിളുകൾ 5 സാമ്പിളുകൾ ആദ്യം പരിശോധിച്ചിരുന്നു. അത് നെഗറ്റീവാണ്. ഇപ്പോൾ 4 സാമ്പിളുകൾ എന്ന് പറയുമ്പം 4 വ്യക്തികളുടെ സാമ്പിളുകൾ, ഒരു ആളുടെ 3 സാമ്പിളുകളാണ് എടുക്കുക. അങ്ങനെ 12 സാമ്പിളുകൾ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അത് പരിശോധനയിലാണ്. അത് ഉച്ചയോടുകൂടി അതിൻ്റെ പരിശോധനാ ഫലവും വരുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജിലും അതുപോലെ മറ്റ് മഞ്ചേരിയിലുമായിട്ട് നമുക്ക് 12 പേരാണ് ഐസൊലേഷനിലുള്ളത്. ഇതുകൂടാതെ പേഷ്യൻറ്റിൻ്റെ മകൻ കോഴിക്കോട് ഐസൊലേഷനിലുണ്ട്. അമ്മയ്ക്കൊപ്പം മൗലാനയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയിരുന്നു. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ ഐസൊലേഷനിലാണ് ഉള്ളത്. ഈ പേഷ്യൻ്റ് ആയിരുന്നത് മലപ്പുറത്തുള്ള മൗലാന ആശുപത്രിയിലാണ്. ആദ്യ ഡോസ് മോണോക്ലോണൽ ആൻറ്റിബോഡി കൊടുത്തതിന് ശേഷം പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യണമെന്നൊരാവശ്യം ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്തത്. രണ്ടാമത്തെ ഡോസ് മോണോക്ലോണൽ ആൻറ്റിബോഡി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ 7:30 അത് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ കണ്ടെയ്ൻമെൻറ്റ് സോൺ നിശ്ചയിച്ചുകൊണ്ട് അതിന് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻ ഉണ്ട്. 3 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ അതിൽ ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടറും SP-യുടെയും ഒക്കെ നേതൃത്വത്തിൽ നല്ല നിലയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ അതിൻ്റെ ഉത്തരവ് ഇറക്കിയിരുന്നു. കണ്ടെയ്ൻമെൻറ്റ് സോൺ 3 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ വരുന്ന പ്രദേശങ്ങളിലാണ് ഇപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോൺ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എല്ലാവരും അതിൽ നന്നായിട്ട് സഹകരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ നമ്മുടെ ഈ മീറ്റിങ്ങിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ചും ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ ലക്ഷ്യം വ്യാപനം തടയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ദിവസങ്ങൾ പ്രത്യേകമായിട്ട് പരിശോധിച്ചാൽ ഈ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 1-ാം തീയതിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ രോഗാവസ്ഥ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നത്.